ദീപത്താത്ത ഇവിടെ ആളില്ലേ? ഞാനാണ് ഞാനാണ് നല്ല മഴ. ഒന്നല്ല, വെറുതെ അങ്ങനെ വന്നാണ്. അല്ല കുഞ്ഞാപ്പന്റെ എല്ലാരും മൂത്തമ്മാങ്ങളും എല്ലാരും ടൂറിന് പോയി വയനാട്ടിലേക്ക് ചെക്കനെ കൊണ്ടുപോയില്ലാന്ന് ചീറോട് ചീറി ടൂർ പോയിന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. എന്താ കള്ളന്നോ? കാരണം ആൾക്കറിയണ്ടേ. ഞാൻ ഇന്നലെ താത്താനെ കാണാൻ പോയതാ. താത്താക്ക് പള്ളിയായിട്ട് അറിയണം. താത്താനെ കാണാൻ പോയതാണ് ഞാൻ. അപ്പള്ള കാണാ സഫിയ, റൊക്കിയ, അമ്മായിന്റെ മക്കള് എല്ലാരും ടൂറ് പോവാൻ നിക്കണ്. പിന്നെ കണ്ട പടാ സഫിയ അറിയാ എനിക്ക് ഇമ്മ ആ വരുന്ന എളിയമ്മ ആ ചെക്കനുണ്ടാവും. അപ്പട്ടാ അന്ന് കർമ്മറോട്ടിക്ക് പോയിട്ട് കുടിക്കുന്നോട്ടാ എന്റെ മോനെ രണ്ട് പൊറാട്ട കൂടുതൽ തിന്ന് എന്റെ അത് കറക്കാൻ കയ്യിൽ കാണില്ല. കൈ തുടങ്ങിയതാണ് മോന്. എന്റെ ശനി കൊടുക്കണ ഞാൻ കേട്ടതാണ്. ഞാൻ പെറ്റ ചെക്കനെ കൊറേ പറ്റാൻ പറ്റില്ല. ഇല്ലല്ലോ കുഞ്ഞാപ്പൂനെ കൊടുക്കാന് കുഞ്ഞാപ്പൂനെ പോനാ മോന് പറഞ്ഞ ഞാൻ കേട്ടതാണ്. വെളിമാരൊക്കെ എങ്ങനെയും കൊണ്ടുപോവാം. കുഞ്ഞാപ്പൂനെ കൊണ്ടാൻ പറ്റൂല. ചെക്ക അന്ന് പോലെ വറ്റി വറ്റി തിന്നതാണ്. എന്റെ കായ് കൊടുക്കാന് നിങ്ങളറിയാൻ അങ്ങനെ എടുത്തോളി. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് ഓളെ നിങ്ങട്ടടി എന്നോട് പറഞ്ഞ എന്നാ കഴിയുന്ന നിങ്ങൾക്കെന്താ വെച്ചായി പറഞ്ഞത്. അപ്പൊ ടൂറിനൊന്നും വരാൻ പറ്റൂലല്ലേ. ഞാൻ വെറുതെ പറഞ്ഞു ഞാനില്ലേ കുഞ്ഞാപ്പുണ്ടാവുകയാണ്. അപ്പൊ നിങ്ങളില്ലാതെ എന്തിനാ കുഞ്ഞാപ്പൂനെ കൊണ്ടിരുന്നത്? കുഞ്ഞാപ്പൂ അന്നാ തന്നെ കർമ്മനോട് കാണാൻ പോയിട്ട് അങ്ങോട്ട് മണ്ടിയല്ലേ നിങ്ങളുടെ മണ്ടിയല്ലേ. അതെങ്ങനെ ശരിയാവുക? ഞാൻ പറയും മോളെ ഞങ്ങൾക്ക് ആ അരി വേണ്ട, കഞ്ഞി വേണ്ട, വെളുപ്പം വേണ്ട, ഞങ്ങൾ ഒന്നോടെ നിന്നോടെന്ന് ഞാൻ അങ്ങോട്ട് പോന്ന്. ചെലപ്പോഴേ കുഞ്ഞാപ്പൂ അന്ന് ഛർദിക്കാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ മറ്റുള്ളവരെ പോക്കും കൂടി കല്ലത്താവിച്ചിട്ടാവും. ആ തിന്നും ചെയ്യും. അല്ല ഞാൻ അല്ല കുഞ്ഞാപ്പൂ നാള് ഇങ്ങനെ പറഞ്ഞിരുന്നേ. പിന്നെ അന്ന് ഇന്നെ കണ്ടിട്ട് പറഞ്ഞല്ലോ കുഞ്ഞാപ്പൂ ഞാൻ ഛർദിച്ചിട്ട് ഓടി വന്നാൽ. അല്ല വേറെ കാര്യമുണ്ട്, ഇനി അവിടെ തിന്നാൻ കിട്ടില്ലെങ്കിൽ കുഞ്ഞാപ്പൂ അവിടുന്ന് ഇറങ്ങിയിട്ട് എവിടേക്കെങ്കിലും പോയാലോ. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുഞ്ഞാപ്പൂനെ വെച്ച് നമുക്ക് വേറെ ദിവസം ടൂർ പോവാം. വയനാടാന്ന് പറഞ്ഞിട്ടേ നമ്മള് ബാധപ്പുഴ കൊണ്ടുപോയി കാണിച്ചു. തത്ത കരണ്ട, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാപ്പൂനെ നമുക്ക് കൊണ്ടുപോയിട്ട് ആ പുഴയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. വയനാട് വയനാടും കൊച്ചും കൊയിലാണ്ടിയും എനിക്കും എന്റെ കുട്ടിക്കും ആ പുഴയല്ലേ. ആ പുഴ കുഞ്ഞാപ്പൂ കരയെ കിടന്നിട്ട് കുഞ്ഞാപ്പിനെ വിളിക്കാൻ ഞാനും കേട്ടാ. കുഞ്ഞാപ്പൂനെ വിളിക്കുന്നത് ഒന്നും വേണ്ട വേണ്ട എല്ലാം എന്താ കുഞ്ഞാപ്പൂജി ഔത്തേന്ന് കരയാറിന്? കുഞ്ഞാപ്പ ഇരിക്ക്. അതിന്റെ കുഞ്ഞാപ്പൂനെ കൊണ്ടുപോഞ്ഞ് വയനാട് കാണാനിട്ടല്ലേ സങ്കടം. ഓരൊക്കെ വയനാട്ടിൽ പോയപ്പോലെ ഒരു കുഞ്ചുമന്തി തിന്നുണ്ടാവൂലേ, നെച്ചോറൊക്കെ തിന്നുണ്ടാവൂലേ, അതൊന്നും തിന്നാൻ പറ്റിയില്ല. കുഞ്ചുമന്തിയാ?
ഉമ്മ എല്ലാരും പറഞ്ഞു കുഞ്ചിമന്തി ആ ഉണ്ടാവും. കുഞ്ചിമന്തി തിന്നാൻ പറ്റിയില്ല, നെയ്ച്ചോറൊന്നും തിന്നാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ അപ്പൊ അതിന് വിഷമിക്കണ്ട, നമുക്ക് പിന്നെ ഒരു ഓരൊക്കെ പോയി. ഉമ്മയും പോയില്ല, ഞാനും പോയില്ല. അതിനാണ് കയറുന്ന കാര്യം. ഞാൻ കറിയാണ് വയനാട്ടിലേക്ക് പോകണം നിൽക്കില്ല, കുഞ്ചിമന്തി കിട്ടിയാൽ മതിയെന്ന് അതായത് മോനൊക്കെ എന്നോട് പറഞ്ഞു. ഇന്ന് ഉമ്മക്ക് പോകാൻ വിളിച്ചിരുന്നു. അവര് കുഞ്ചിമന്തി തിന്നത്ര, പിന്നെ വേറെ ഇതൊക്കെ തിന്ന്, പിന്നെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ പോയിന്ന് പറയും. ഇന്നെ മാത്രം കൊണ്ടുപോയില്ല. നമുക്ക് ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയാ മതി. ഇങ്ങോട്ട് പോയാൽ വയനാട്ടിൽ എത്തും. ഞാനേ ഇമ്മ ഞാൻ നമുക്ക് രാവിലെ പോയാലേ ഒരു 10 മണിക്ക് പോയാൽ 11 മണിക്ക് തിരിച്ചു വരാം. ആയിക്കോട്ടെ. അതല്ലടാ ബാബാ, ഞാന് ബസ്സിൽ കയറിയാലും കാറിൽ കയറിയൊക്കെ ഛർദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാ നമുക്ക് ആ തീവണ്ടി പോയാൽ മതിയല്ലോ അല്ലേ? തീവണ്ടി വരുമ്പോ നമുക്ക് തീവണ്ടി പോവാം. തീവണ്ടി ഞാന് വയനാട്ടിലേക്ക് വരാം. അപ്പൊ ഞാൻ ഛർദിക്കൂല. അത് നല്ല സൂത്രാണല്ലേ. എന്തായാലും എന്നോട് പറയാന് ഞാന് ഇമാരിന്ന് 10 രൂപ കൊടുക്കും. വയനാട്ടിൽ പോയി കുഴിമന്തിയൊക്കെ തിന്നു. ഇതുണ്ടാവൂലേ? ഞാനും തീവണ്ടിക്ക് പോവാം. നമുക്ക് ഓരോ കൊണ്ടോണ്ട. നമുക്ക് ഇവിടുന്ന് നടന്നു പോയിട്ട് തീവണ്ടിക്ക് ടിക്കറ്റ് എടുക്കുക. അപ്പുറത്ത് കൂടെ ഇറങ്ങിട്ട് എന്നാ കുഞ്ഞപ്പോ ഞാൻ കാണാൻ വേണ്ടി വന്നാണ്. ഈ മഴയല്ലേ, മഴത്തുണ്ടാവൂലേ? വരുമ്പോ പിന്നെ വരുമ്പോ കാണാൻ ഞാൻ പോട്ടെ. ഞാൻ കിടക്കാൻ പോവല്ല, ഞാൻ ഇത് തിന്നാണ്ട് അവിടെ. അന്നായിക്കോട്ടെ.